റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണതിനെ തുടർന്ന് തകരാറിലായ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാകാൻ വൈകും എന്നുള്ളതാണ്. 1-4 ട്രാക്കുകളോടെ മാത്രമാണ് ട്രെയിനുകൾ കടത്തിവിടുന്നത്. ക്ലോക്ക് ടവറിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന ക്ലോക്ക് ടവർ ആയിരുന്നു തകർന്നു വീണത്. രാഹുൽ KV അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ആദ്യം അറിയേണ്ടത് ഈ ട്രെയിൻ ഗതാഗതം അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വൈകുമെന്നാണ് അറിയുന്നത്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ക്രമീകരണങ്ങൾ നടത്തുക? എപ്പോഴോടുകൂടി ഒന്ന് പഴയപടിയാകും എന്നാണ് റെയിൽവേ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇത് പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? പൂജ, ഗുഡ് മോർണിംഗ്. നിലവിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 1-4 പ്ലാറ്റ്ഫോമുകൾ ട്രാക്കുകളിലൂടെ മാത്രമാണ് ട്രെയിനുകൾ കടത്തിവിട്ടുകൊണ്ടേയിരിക്കുന്നത്. 2-3 ട്രാക്കുകൾ ഇന്നലെ മുതൽ തന്നെ ഈ ട്രെയിനുകൾ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതേ രീതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പാസഞ്ചർ ട്രെയിനുകളുടെയൊക്കെ കാര്യത്തിൽ ആണ് ഈ സമയത്തിൽ വലിയൊരു പ്രശ്നമുള്ളത്. ഒപ്പം എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇന്നത്തെ സമയം പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിൻ എറണാകുളത്ത് നിന്ന് 1 മണിക്കാണ് പുറപ്പെടുക. പുലർച്ചെ 2:15 പുറപ്പെടേണ്ട ട്രെയിനാണ് ഇത്രയും 10 മണിക്കൂർ വൈകി പുറപ്പെടുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളെ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ബാക്കിയായ നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയാനുള്ള ആ ക്ലോക്ക് ടവറിൻ്റെ ബാക്കിയായ ഭാഗം പൊളിച്ചു നീക്കുന്നത് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഈ ഭാഗത്തേക്ക് വടം കെട്ടി വലിച്ച് 3 തവണ അത് വലിച്ചിടാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും തന്നെ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് രാവിലെ തന്നെ ഈ തൊഴിലാളികൾ മുകളിൽ കയറി ഡ്രില്ലറും ഒപ്പം പാരിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കല്ലുകൾ ഓരോന്നായി അടർത്തിയെടുത്ത് അത് പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും മണിക്കൂറുകൾ വേണ്ടി വരും പൂർണ്ണമായും തന്നെ അത് പൊളിച്ചു നീക്കാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇവർ നടത്തിയൊരു ശ്രമമെന്ന് പറയുന്നത്. വടം അതിൽ ചുറ്റുക, പിന്നീട് താഴെ മണ്ണുമാന്തി യന്ത്രത്തിലൊക്കെ അത് കണക്ട് ചെയ്ത് വലിച്ച് ഭാഗം ഓരോന്നായി അടർത്തി താഴെയിടുക എന്നൊരു ശ്രമമായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഏതായാലും ഈ ക്ലോക്ക് ടവറിന് കോഴിക്കോട് നഗരത്തിൻ്റെ ചരിത്രം ഒന്നടങ്കം തന്നെ പറയാനുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 1 നൂറ്റാണ്ടിലധികം പഴക്കമാണുള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം ഏതായാലും ഇതുമായി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ജയന്തേട്ടനുണ്ട്. ജയന്ത് അദ്ദേഹം ഇവിടെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്, ഗുജറാത്ത് സമൂഹത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഒരു തലയെടുപ്പോടുകൂടി നഗരത്തിൽ നിന്ന ഒരു നിർമ്മിതിയാണ് ഇന്നലെ ഇങ്ങനെ പൊളിഞ്ഞു വീണത്, ഇപ്പോൾ പൊളിച്ച് നീക്കുന്നതും. പണ്ടൊക്കെ ഞങ്ങൾ പാടാറുണ്ട്, കൂക്കു കൂക്കു തീവണ്ടി, കൂക്കി പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെയിലത്ത് ഓടും തീവണ്ടി. ആ പാട്ട് നമ്മളെ മനസ്സിലും നമ്മളെ ഹൃദയത്തിൽ അതിങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരു പാട്ടാണ്. ഞാനൊരു ഗുജറാത്തി ആണെങ്കിലും ഞാനിവിടെ ജനിച്ചതാണ്, എൻ്റെ അച്ഛൻ ഇവിടെ ജനിച്ചതാണ്. അപ്പോൾ എത്രയോ കൊല്ലങ്ങൾ ഞങ്ങൾ ഈ ഭാഗത്തിന് ട്രെയിനിൽ യാത്ര ചെയ്ത് ബോംബെയിലൊക്കെ പോകാറുള്ള ഒരു കൂട്ടറായിരുന്നു. കാരണം നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല, കപ്പൽ മാർഗ്ഗം ഉണ്ടായിരുന്നു. പക്ഷേ അത് ചുരുക്കപ്പേര് മാത്രം പോകാറുള്ളൂ. ഞങ്ങളൊക്കെ ട്രെയിൻ ആശ്രയിച്ചിട്ടാണ് ഇതിൽ പോവുക. നമ്മൾ കോഴിക്കോട് വരുമ്പോഴും പോകുമ്പോൾ നമ്മൾ മനസ്സിൽ നിൽക്കുന്ന ഒരു സംഗതി ഈ ടവറാണ്, ക്ലോക്ക് ടവർ ഏതൊരു സിറ്റിന് അതൊരു ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ ലണ്ടനിലാണ് ഈ ബിഗ് ബെൻ ടവർ, അതേമാതിരി നമ്മൾ ഈ ക്ലോക്ക് ടവറിന് അങ്ങനെയാണ് നമ്മൾ കരുതിയത്. കാരണം മനസ്സിന് മായാത്തൊരു ടവറാണ് പൊളിഞ്ഞു വീണത്. വളരെയധികം സങ്കടമുണ്ട്. എനിക്ക് അത്ര സങ്കടം തോന്നുന്നു. കാരണം ഇങ്ങനത്തെ ഇത്ര നല്ല രീതിയിൽ ആ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയ ടവർ ഇങ്ങനെ പൊളിയണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്ര സ്ട്രോങ് വർക്കാണ് അന്നൊക്കെ ചെയ്ത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ പൈലിംഗ് വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇത് പൊളിഞ്ഞിട്ടുണ്ടാവുക. വളരെയധികം സങ്കടമുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും കാണാം അല്ലേ? അതെ, നമ്മൾ ഏത് റോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് കൂടി നോക്കിയാൽ ഈ ടവറും കാണാം, ക്ലോക്കും കാണാം. അതുമല്ല ക്ലോക്കിൻ്റെ ആ ടൈമിങ്സ് വളരെ ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ക്ലോക്കായിരുന്നു അത് മനസ്സിന് പോകില്ല, ആർക്കും പോലും, പഴയ ആൾക്കാർക്ക് ആർക്കും ഇത് പോകില്ല. അന്ന് യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥിതിയൊക്കെ എങ്ങനെയായിരുന്നു? പണ്ടൊക്കെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങളൊക്കെ ബോംബെ പോകുമ്പോൾ പണ്ട് കൊങ്കൺ റെയിൽവേ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് കോയമ്പത്തൂർ ഭാഗത്താണ് ട്രെയിൻ ബോംബെ എത്താൻ 2 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ട്രെയിൻ ബോംബെ പോകാൻ വെച്ചാൽ ഞങ്ങൾക്ക് നേരിട്ട് ബോംബെയുള്ള ട്രെയിൻ ഇല്ലായിരുന്നു. പണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മദ്രാസ് മെയിൽ 2 മണിക്ക് ഉച്ചയ്ക്ക് പോയാൽ അത് നിങ്ങൾക്ക് ആർക്കോണം പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിടും രാവിലെ. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ വെച്ചാൽ ആർക്കോണം 6 മണിക്കൂർ ഹോൾട്ടാണ്. വേറെ മദ്രാസ് ജയന്തി ജനത ബോംബെയിലേക്ക് വരുന്നവരെ 6 മണിക്കൂർ സമയത്ത് ഞങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും കുളിക്കും. കാരണം കൽക്കരി കൊണ്ട് കയ്യും കാലൊക്കെ നമ്മൾ ഈ കറിയായിരിക്കും. കാരണം പണ്ടത്തെ ഈ ജനാലിനൊന്ന് റെയിലിംഗ് ഇല്ല, ഓപ്പൺ ജനാലാണ്. അപ്പോൾ എല്ലാവരും കൈ വെക്കും, മുഖം കാണിക്കും. അപ്പോൾ എല്ലാം കൂടി നാശമായിട്ട് നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായിട്ട് പിന്നെയാണ് ബോംബെയിലേക്ക് കയറുക. പിറ്റേ ദിവസമാണ് ബോംബെയിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മകൾ, പഴയ ഓർമ്മകൾ, എത്രയോ ഓർമ്മകൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലൂടെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്.
അപ്പോൾ വളരെ ഒരു സങ്കടകാരം. ഇനിയിപ്പോൾ ഇത് നന്നാക്കിയിട്ട് എവിടെയെങ്കിലും ഒരു ക്ലോക്ക് നിർബന്ധമായിട്ട് വെക്കണം, അത് മുൻകൂർ ഭാഗത്ത് വെക്കണമല്ല ഒരു പരിപാടി കൂടി ഇവർ ആലോചിച്ചാൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് തന്നെയാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ എന്തായാലും ഇത് പൊളിച്ചു നീക്കാനുള്ള ഈ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇന്നലെ അതായത് ഇതിന് ബലക്ഷയമുണ്ട്, പൊളിച്ചു നീക്കേണ്ടതാണ് അടിയന്തരമായി എന്ന് നേരത്തെ തന്നെ റെയിൽവേ വിലയിരുത്തി അത്തരം നടപടികളിലേക്ക് കടന്നതാണ്. പക്ഷേ പിന്നീട് അത് നീണ്ടുപോയി. അങ്ങനെയുള്ള സമയത്താണ് ഇത് തകർന്നു വീണുള്ള അപകടം സംഭവിക്കുന്നതും. ഇന്നലെ ആ സ്ഥലത്തേക്ക് യാത്രക്കാരെ അടക്കം പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചിരുന്നു. അവിടെ കയറുകൾ കെട്ടിയൊക്കെ വിലക്കിയിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. പക്ഷേ പൂജ, അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ രാവിലെ 11:10 ഇത് തകർന്നു വീഴുന്നത്. 9:05 ഒരു പാസഞ്ചർ ട്രെയിൻ വന്ന് രണ്ടാമത്തെ ട്രാക്കിൽ നിർത്തി യാത്രക്കാരെയൊക്കെ പുറത്തേക്ക് ഇറക്കിയിരുന്നു. അതിനുശേഷമാണ് ഇത് തകർന്നു വീഴുകയും ചെയ്തിട്ടുള്ളത്. അതിലേതായാലും റെയിൽവേയുടെ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ജനപ്രതിനിധികൾ ഓരോരുത്തരും, MP ആണെങ്കിലും മന്ത്രിതലത്തിലാണെങ്കിലും MLA-മാരൊക്കെ ആണെങ്കിലും ഇതിൽ ഉന്നതതല അന്വേഷണം വേണം, വിശദമായ അന്വേഷണം വേണം, എന്താണ് സംഭവിച്ചതിൽ എന്ന് സംബന്ധിച്ച ആവശ്യം ഇതിനകം തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. രാജ്യത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അമൃത് ഭാരത് പദ്ധതികൾ ഉൾപ്പെടുത്തി. അപ്പോൾ ഇവിടെ ആ രീതിയിലുള്ള വികസന പ്രവൃത്തികൾ നടക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ 1-4 പ്ലാറ്റ്ഫോമുകളിലായി നടന്നു വരികയാണ്. അപ്പോൾ പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണോ ഇതിങ്ങനെ തകർന്ന് വീണത് എന്നതടക്കമുള്ള പരിശോധനകളും ഏതായാലും നടക്കുകയും ചെയ്യും. വലിയൊരു ദുരന്തം തന്നെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. അത് തലനാരിഴക്ക് ഒഴിഞ്ഞുപോയി എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ക്ലോക്ക് ടവർ ഏതായാലും തകർന്നു വീണ് അത് പൂർണ്ണമായും തന്നെ പൊളിച്ചു നീക്കുകയാണ് ഇപ്പോൾ. ശരി, രാഹുൽ KV ആണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം തന്നെ, ഒരു ഹൃദയമിടിപ്പ് തന്നെ ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ കാര്യവും നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ. കാരണം അത്രത്തോളം വലിയൊരു ചരിത്രം അതിന് പറയാനുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പഴയകാല ഒരു ചിത്രം എന്നുള്ളതാണ് കാണുന്നത്. ക്ലോക്ക് ടവർ എന്ന് പറയുമ്പോൾ 1888 ബ്രിട്ടീഷുകാർ കോഴിക്കോട്ടേക്ക് തീവണ്ടിപ്പാത നീട്ടിയ കാലം തൊട്ട് തുടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇത്രത്തോളം ഈ ഒരു സമയത്തും വലിയ മാറ്റങ്ങൾ, ഡിജിറ്റലായി തന്നെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു ചരിത്ര പ്രാധാന്യം നിലനിൽക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ അത്രത്തോളം കോഴിക്കോടിൻ്റെ മണ്ണിൽ തലയുയർത്തി നിന്നതാണ്. അപ്പോൾ ഇത്രയും കാലപ്പഴക്കമുണ്ട്. തകർന്നു വീഴുന്നതിന് മുൻപായിട്ട് എന്തുകൊണ്ട് പല കാര്യങ്ങളിലും ക്രമീകരണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ അത് മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപാണ് ഇങ്ങനെയൊരു അപകടവും ഉണ്ടായത്. അപ്പോൾ അപകടത്തിലേക്ക്, ഒരു തകർന്നു വീഴുന്ന നിലയിലേക്ക് വഴിവെച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ആ ഒരു ചരിത്രശേഷിപ്പ് തന്നെ ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ അത് തകർന്നു വീഴുന്നു എന്നുള്ളത് കൂടിയാണ്. അതിൻ്റേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു മനുഷ്യന്റെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത് ആ ഒരു ക്ലോക്ക് ടവർ ഉൾപ്പെടെ, ആ ഒരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം, ജയന്ത് എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ അടുത്ത് ഇപ്പോൾ നേരിട്ട് സംസാരിച്ചതാണ്. അങ്ങനെയാണ് ഒരു കാലത്തിന്റെ തന്നെ വലിയൊരു അവശേഷിപ്പ് കൂടിയാണ് ഇല്ലാതാവുന്നത്. എന്തായാലും ട്രെയിൻ ഗതാഗതത്തിന്റെ കാര്യം, അതിപ്പോൾ യാത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. കാരണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ആ ഒരു ട്രെയിൻ ഗതാഗതം അത് പഴയപടിയാകാൻ, ഒന്ന് പുനഃസ്ഥാപിക്കാൻ ഇനിയും വൈകും എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ അവിടെ നിന്നല്ല യാത്ര ആരംഭിച്ചത്. അതിൻ്റെതായിട്ടുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അറിയിപ്പുകൾ ഇനിയും വരുന്നതായിരിക്കും. യാത്രക്കാർ എങ്ങനെയാണ് അറിയിപ്പുകൾ എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് യാത്രയൊക്കെ ക്രമീകരിക്കുക, അതായിരിക്കും നല്ലത്. രാഹുൽ KV ആണ് സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.